ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ദുബായിൽ നിന്ന് അജ്മാൻ വരെ പോകുന്ന ഒരു യാത്രയാണ്. അപ്പോൾ നമ്മൾ ഒരു ഓഫീസുണ്ട്, അവിടേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഷാർജയിൽ നിന്ന് നമ്മൾ ഷാർജ ബോർഡറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഷാർജയിൽ കൂടി അങ്ങനെ പോയി കൊണ്ട് നിൽക്കണം. അതും ഈ പുറത്തത്തെ കാഴ്ചകൾ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഇരുന്ന് വീഡിയോ എടുക്കാനൊന്നും നമുക്കപ്പോൾ കഴിഞ്ഞില്ല. അപ്പോൾ ഷാർജ അജ്മാനുമായിട്ട് കുറച്ച് വ്യത്യാസമുള്ളൂ എന്നാണ് ഇവിടുന്ന് പറയുന്നത് കേട്ടത്. അപ്പോൾ അങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണ് റോട്ടിൽ കൂടി. അത് രാവിലെ ആവുകൊണ്ട് ഇറങ്ങിയിട്ട് വേറെ വണ്ടിയിലല്ലേ, നമുക്ക് ഇറങ്ങി വീഡിയോ എടുക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പോൾ ഈ റോട്ടിലുള്ള വീഡിയോ ഈ പോണ യാത്ര ഇതൊക്കെ പാടങ്ങനെ പകർത്തി. അപ്പോൾ അത് കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ കൂഫ്ഷായൊക്കെ കണ്ട് അങ്ങനെ അതിനൊക്കെ അങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണ്. നല്ല ഉഷാറാണ്, നല്ല രസമുള്ളൊരു സ്ഥലം, നല്ല വൈബാണ്. അപ്പോൾ അങ്ങനെ പോയി കൊണ്ട് അത് കമ്പനിക്കാരൊക്കെ ഒക്കെ പോകാൻ പറ്റിയാലേ അടിപൊളിയാണ്, നല്ല ഉഷാറായിട്ട് പോകാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നുള്ളൂ, ഒന്ന് സപ്പോർട്ട് ചെയ്യുള്ളൂ. അതായത് ഇതിങ്ങനെ പോരുന്നതും പിന്നെ നമ്മളങ്ങോട്ട് പോണതും പോരുന്നതൊക്കെ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ അജ്മാനും ഷാർജയൊന്നും പോയിട്ടില്ല, ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ട്, ദുബായിൽ വന്നിട്ട്. നമ്മൾ തുണക്കാരന്മാരൊക്കെ അവിടെ ഉണ്ട്, എന്നാലും പോയിട്ടൊന്നുമില്ല, പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഇനി പോകണം, ഇങ്ങനെ പോകണം. അപ്പോൾ അജ്മാൻക്ക് പോകുമ്പോൾ ഞങ്ങളൊരു ഓഫീസുണ്ട്, അവിടേക്ക് പോകുമായിരുന്നു. അതിന് അങ്ങനെ പോയപ്പോൾ ഒരു വീഡിയോ എടുത്തുന്നുള്ളൂ. ഇതിൽ കാണാനൊക്കെ നല്ല രസമുണ്ട്, നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കാണാനും. മറ്റേ മരുഭൂമിയും കാര്യങ്ങളൊന്നുമല്ല, അജ്മാനും പിന്നെ ഷാർജയൊക്കെ പാടെ കൂടിയിട്ട് അത് നല്ല കാണാനൊക്കെ നല്ല രസമാണ്. നല്ല പള്ളികളും നല്ല ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല സുഖം, അടിപൊളിയായിരുന്നു യാത്ര. അടിപൊളിയായിരുന്നു പറഞ്ഞാൽ അടിപൊളിയായിരുന്നു, ഉഷാറായിരുന്നു. പിന്നെ കുറേ അതിൻ്റെ ഇടയിൽ നമ്മളെ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ആളല്ലേ, അപ്പോൾ അതിനൊന്നും വർത്തമാനം പറയാനൊന്നും പറ്റില്ല. പിന്നെ നമ്മളപ്പോൾ ഉണ്ടായിരുന്നത് ഒരു ബായിയായിരുന്നു. ആ ബായിയാണെങ്കിൽ ഒന്നും മുണ്ടണില്ല. പിന്നെ ഞാനെന്താ ഒന്നും പറയാനും പറ്റണില്ല. ഒരു മ്ലാനദീന് പോണ ഒരു ഇതായിരുന്നു, യാത്രയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.